ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ എക്സാമിന്റെ സിലബസ് ഡിസ്കഷൻ ആണ്. എക്സാം എന്ന് പറയുന്നത് ഇതാണ്, ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ്. എക്സാമിന്റെ കാറ്റഗറി നമ്പർ 720/2024. അപ്പോൾ ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ എക്സാമിന്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമിന്റെ ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറയുന്നത് PSC പുറത്തു വിട്ടിട്ടില്ല. ആ സിലബസ് എന്ന് പറയുന്നത് എക്സാമിന്റെ ഡേറ്റിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ എക്സാം കറക്റ്റ് നടക്കാൻ പോകുന്ന ഡേറ്റിന്റെ 1 or 2 months ബിഫോർ മാത്രമേ PSC പുറത്തു വിടുള്ളൂ. പക്ഷേ PSC പറഞ്ഞിട്ടുണ്ട് ഈ വർഷം മുഴുവൻ നടക്കാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് ഉടനെ തന്നെ പുറത്തുവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ PSC ഈ എക്സാം നടത്തിയപ്പോൾ ഉപയോഗിച്ച സെയിം സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. അതായത് 2021 കഴിഞ്ഞ എക്സാം നടന്നത്. അപ്പോൾ അതിന്റെ സിലബസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് കുറേ സബ്ജക്ട്സുകൾ ഇപ്രാവശ്യത്തെ സിലബസിലും ഉണ്ടാവും. വലിയൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ പ്രിപ്പറേഷൻ വിത്ത് ദി സിലബസ്. ഓക്കെ, അപ്പോൾ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോവാം. അപ്പോൾ മൊത്തം സിലബസിന് 2 മൊഡ്യൂളുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്സും കുറച്ച് ജനറൽ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. സെക്കൻഡ് മൊഡ്യൂളാണ് കോർ ഇലക്ട്രോണിക് സബ്ജക്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെയിറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സാമിന്റെ ഒരു വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെഷൻ മൊഡ്യൂൾ 1 എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു 30-35 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി 65 മാർക്സ് 60-70 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് കോർ സബ്ജക്ട്സ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷൻ മൊഡ്യൂൾ 1 ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ ഓൾമോസ്റ്റ് 7 to 8 ടോപ്പിക്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാട്രിസസ് ആണ്. മാട്രിസസിന്റെ ഐഡന്റിഫിക്കേഷനും ബേസിക് കാര്യങ്ങൾ, മാട്രിക്സ് ഓപ്പറേഷൻ, പിന്നെ ഇൻവേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. സെക്കൻഡ് മാട്രിസസിന്റെ തന്നെ ഡിറ്റർമിനൻസ് ആണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്, സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിറ്റർമിനന്റ് കാണാനുള്ള മെത്തേഡ്സ്, മൈനേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കോഫാക്ടേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ വരുന്നത്. നെക്സ്റ്റ് ബൈനോമിയൽ സീരീസ് ആണ് മൂന്നാമത്തെ സെക്ഷൻ. ബൈനോമിയൽ സീരീസ് അതിന്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ, ടേംസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് തേർഡ് സെക്ഷനിൽ വരുന്നത്. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രിഗ്നോമെട്രിക് റിലേഷൻസ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ അകത്ത് ഓരോ ഫംഗ്ഷൻസിന്റെ വാല്യൂ, ഓരോ ക്വാഡ്രന്റിൽ വരുമ്പോൾ ഓരോ ഫംഗ്ഷൻസിന്റെ വാല്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, പിന്നെ ഈ സൈൻ A + or - B, കോസ് A + or - B, ടാൻ A + or - B, അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ്. അപ്പൊ അങ്ങനെ ട്രിഗ്നോമെട്രീസിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, ബേസിക് റിലേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4 എന്ന് പറയുന്നത്. ചാപ്റ്റർ 5 എന്ന് പറയുന്നത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻസ്, ഡിഫറെന്റ് ഫോമിലുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻസ്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, പിന്നെ കണ്ടീഷൻ ഫോർ 2 ലൈൻസ് ടു ബി പെർപെൻഡിക്കുലർ പാരലൽ, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, 2 ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന സെക്ഷൻ ഉള്ളത്. പിന്നെ വരുന്നത് ഡിഫറൻഷിയേഷൻ ആണ്. ഡിഫറൻഷിയേഷനിൽ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, പിന്നെ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്, പിന്നെ ടാൻജൻസ് ആൻഡ് നോർമൽസിന്റെ ഇക്വേഷൻസ്, മാക്സിമ മിനിമ കൺസെപ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ഡിഫറൻഷിയേഷൻ, അതായത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് അടക്കം ഡിഫറൻഷിയേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ്, എങ്ങനെയാണ് ഡിഫറെന്റ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക, ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ്. പിന്നെ വരുന്നത് ഇന്റഗ്രേഷന്റെ അപ്ലിക്കേഷൻസ്, ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കർവിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയബിൾ സെപ്പറബിൾ, പിന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു 8 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ടെക്നിക്കൽ മാത്തമാറ്റിക്സിന്. ഓക്കെ,
നെക്സ്റ്റ് വരുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ആണ് എന്ത്? ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതേപോലെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള സെക്ഷൻസും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബേസിക് ആയിട്ട് 1, 2, 3, 4 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മെറ്റീരിയൽ, സെക്കൻഡ് ചാപ്റ്റർ കൺസ്ട്രക്ഷൻ, തേർഡ് സർവേയിങ്, ഫോർത്ത് ലെവലിംഗ്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. കാരണം ഈ കംപ്ലീറ്റ് സംഭവം നമ്മൾ വായിച്ചു പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ ആണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് വരുന്നത്. അതായത് ബ്രിക്ക് എന്താണ്, ബ്രിക്കിന്റെ ഡിഫറെന്റ് ടൈപ്പ് എന്താണ്, സിമെന്റ്, അതേപോലെ സ്റ്റീല്, അഗ്രിഗേറ്റ്സ്, ഓക്കെ, അതേപോലെ കോൺക്രീറ്റ്, ഈ കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ്റെ അകത്ത് പാർട്സ് ഓഫ് ബിൽഡിംഗ്, ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, മെയ്സണറി, ടൈപ്പ് ഓഫ് മെയ്സണറി, ഡിഫറെന്റ് ബോൺസ്, ഈ കാര്യങ്ങളൊക്കെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് സർവേയിങ്ങിൽ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സർവേയിങ്, ചെയിൻ സർവേയിങ്, പിന്നെ അതുപോലെയുള്ള ടോട്ടൽ വർക്ക് സ്റ്റേഷൻ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷനാണ് സർവേയിങ്ങിൽ വരുന്നത്. കൂടാതെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ലെവലിംഗ് ആണ്. ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്താണ്, അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടേംസ് എന്താണ്, എങ്ങനെയാണ് ലെവലിംഗ് കറക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മോഡേൺ സർവേ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് മോഡേൺ സർവേ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനകത്ത് അവർ ടോപ്പിക്സ് ആയിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് 2 ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിനും, നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻ്റെ അകത്ത് 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, അത് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ അതിന്റെ വർക്കിംഗ്, അതിന്റെ കമ്പാരിസൺ, കൂടാതെ കമ്പാരിസൺ ഓഫ് പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ, ഫങ്ഷൻസ് ഓഫ് ഫ്ലൈ വീൽ, ക്ലച്ച്, ഗിയർ ബോക്സ്, അങ്ങനെ ഓട്ടോമൊബൈലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് 4 വീൽ വെഹിക്കിൾ, 4 വീൽ ഡ്രൈവിന്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻ സെക്ഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ പവർ പ്ലാന്റ്സ് എന്താണ്, എങ്ങനെയാണ് പവർ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് വർക്ക് ചെയ്യുന്നത്, കൂടാതെ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഫറെന്റ് പവർ പ്ലാന്റ്സും അതിന്റെ വർക്കിംഗ് കാണിക്കുന്ന ഡയഗ്രാംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് ഇലക്ട്രിക് കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ, പവർ, EMF, കൂടാതെ ഓംസ് ലോ, സീരീസ് പാരലൽ കണക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ബേസിക്സ്, ജനറേഷൻ ഓഫ് AC ആൻഡ് DC സപ്ലൈ, അത്രയും കാര്യങ്ങൾ എന്ത് വരുന്നുണ്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് വരുന്നത് ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നും പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ സപ്ലൈ ആൻഡ് ലോഡ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്, പിന്നെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിവിഷൻ വരുന്നുണ്ട്. നമ്മുടെ ബേസിക് ആയിട്ട് നെറ്റ്വർക്ക് തിയറിയിൽ പഠിക്കുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂണിറ്റ്സ് ഓഫ് പവർ ആൻഡ് എനർജി, സൊല്യൂഷൻ ഓഫ് DC സർക്യൂട്ട് വിത്ത് കാൽക്കുലേഷൻ ഓഫ് എനർജി കൺസപ്ഷൻ, DC സർക്യൂട്ടിനെ എങ്ങനെ നെറ്റ്വർക്ക് തിയറംസ് വെച്ച് സോൾവ് ചെയ്യാം, അതിൻ്റെ അകത്ത് തന്നെ എനർജി പവർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ആ എനർജിയും പവറും കാൽക്കുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ബേസിക് ഇലക്ട്രിക് സർക്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആണ്. സർക്യൂട്ട് പാരാമീറ്റേഴ്സിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടേഴ്സ്, അതിന്റെ കണക്ഷൻസ്, പിന്നെ AC സർക്യൂട്ട് അനാലിസിസ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സർക്യൂട്ടിലുള്ള AC സർക്യൂട്ട് അനാലിസിസ്, പിന്നെ ടിപ്പിക്കൽ AC സർക്യൂട്ടിൽ എങ്ങനെയാണ് നമ്മൾ കറണ്ട്, വോൾട്ടേജ്, സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, പിന്നെ ഇംപിഡൻസ് ആൻഡ് പവർ ഫാക്ടർ, ഇത്രയും കാര്യങ്ങൾ സർക്യൂട്ട് പാരാമീറ്ററിലുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫോർ എൻ ഇൻസ്റ്റലേഷൻ, എർത്തിങ്, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ബേസിക് സിവില്, ബേസിക് മെക്കാനിക്കല്, ബേസിക് ഇലക്ട്രിക്കല്, ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ഒരു 5 മാർക്സ്, മാക്സിമം ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓരോ സെക്ഷൻ്റെ അകത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞിട്ടാണ് അവർ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് കൊടുത്തിരിക്കുന്നത്. അതിലാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് വരുന്നുണ്ട്, പിന്നെ LEDs വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഫുൾ വേവ് റെക്ടിഫയർ വരുന്നുണ്ട്, പിന്നെ നോർമൽ റെക്ടിഫയർ വരുന്നുണ്ട്, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ടുള്ള റെക്ടിഫയർ, പിന്നെ കുറച്ച് റെഗുലേറ്റർ ICs, SMPS വരുന്നുണ്ട്, പിന്നെ ICയുടെ കുറച്ച് ബേസിക്സ്, പിന്നെ സർഫസ് മൗണ്ടിങ് ഡിവൈസസ്, അതിന്റെ അഡ്വാൻറ്റേജ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഈ കാര്യങ്ങളൊക്കെ
ഇതിൻ്റെ അകത്ത് ഈ മൊഡ്യൂൾ അതായത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾസിന് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് സ്വിച്ചസ് ആണ്. അതായത് ഏതൊക്കെ ടൈപ്പ് സ്വിച്ചസ് ആണുള്ളത്, SPST, SPDT, DPDT, DPST, ആ ടൈപ്പ് ഓഫ് സ്വിച്ചസ്. പിന്നെ ലിമിറ്റ് സ്വിച്ച്, പ്രോക്സിമിറ്റി സ്വിച്ച്, ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം മൈക്രോ കൺട്രോളറുടെ സെക്ഷൻ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ കോർ സബ്ജക്റ്റ് ആയിട്ടും അതിൻ്റെ അകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൊബൈൽ ടെക്നോളജീസിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. CDMA, GSM, 2G 3G ടെക്നോളജീസ് തമ്മിലുള്ള കമ്പാരിസൺ. അതിപ്പം ലേറ്റസ്റ്റ് സിലബസ് വരുമ്പോഴത്തെ സമയത്ത് 3G മാറി 4G 5Gയിലേക്ക് മാറുമായിരിക്കും. പിന്നെ വരുന്നത് ഇൻവെർട്ടർ ആൻഡ് UPS, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ വർക്കിംഗ്, ഓൺലൈനും ഓഫ്ലൈനും UPSും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ, ഹെൽത്ത് ആൻഡ് ഹസാർഡ്സ് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൽ ഒരു 10 മാർക്സും ബാക്കി ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് ഒരു 5 മാർക്സ് വെച്ച് ഒരു 30, 35, 40 ഈ റേഞ്ചിൽ മാർക്സ് ഈ ഒരു സെക്ഷന് നമുക്ക് കിട്ടും. അങ്ങനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് മെയിൻലി ഇലക്ട്രോണിക്സിന്റെ കോർ സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മൊഡ്യൂൾ 2. അത് ജസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ബിടെക്കിൽ ഒരു 3rd സെം മുതൽ പഠിച്ചു തുടങ്ങുന്ന ലാസ്റ്റ് സെം വരെ പഠിച്ചു വരുന്ന എല്ലാ സബ്ജക്ട്സും അവർ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് മുതൽ ട്രാൻസിസ്റ്റർ വന്ന് പിന്നെ FET BJTയുടെ കമ്പാരിസൺ വരെ ഇതിനും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ്, PN ജംഗ്ഷൻ എന്താ, സെനർ ഡയോഡ് എന്താ, ടണൽ ഡയോഡ് എന്താ, പിന്നെ ട്രാൻസിസ്റ്റർ NPN PNP ട്രാൻസിസ്റ്റർ, ഡിഫറെന്റ് ടൈപ്പ്, N ചാനൽ, P ചാനൽ, FET എന്താണ്, JFET എന്താണ്, MOSFET എന്താണ്, പിന്നെ അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന റെക്ടിഫയേഴ്സ് വരുന്നുണ്ട്. ഓൾറെഡി റെക്ടിഫയേഴ്സ് എസെൻഷ്യൽസിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും റെക്ടിഫയേഴ്സ് ഉണ്ട്. ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ സിമ്പിൾ ഫിൽട്ടേഴ്സ്, കപ്പാസിറ്റർ ഫിൽട്ടർ, ഇൻഡക്ടർ ഫിൽട്ടർ, LC ഫിൽട്ടർ, പിന്നെ പൈ സെക്ഷൻ ഫിൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ട്രാൻസിസ്റ്ററിലേക്ക് മെയിൻ ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് വരുന്നുണ്ട്. അതിന്റെ വോൾട്ടേജ് ഗെയിൻ, കറന്റ് ഗെയിൻ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്താണ് എന്നുള്ളത് വരുന്നുണ്ട്. പവർ ആംപ്ലിഫയേഴ്സ്, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C ടൈപ്പ് പവർ ആംപ്ലിഫയേഴ്സ്, പുഷ് പുൾ കോൺഫിഗറേഷൻ, കോംപ്ലിമെന്ററി സിമെട്രി കോൺഫിഗറേഷൻ, ഈ കാര്യങ്ങൾ അതായത് ബേസിക് PN ജംഗ്ഷൻ ഡയോഡ് മുതൽ പവർ ആംപ്ലിഫയറിന്റെ ബേസിക് കാര്യങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ട്രാൻസിസ്റ്ററിന്റെ അനാലിസിസ് ആണ്. DC അനാലിസിസ്, എങ്ങനെയാണ് ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നത്, എന്താണ് AC DC ലോഡ് ലൈൻസ്, ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ്, ഗെയിൻ കാൽക്കുലേഷൻ എന്താണ്, ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ, ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് ഡാർലിംഗ്ടൺ പെയർ, പിന്നെ ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് കപ്ലിംഗ് മെത്തേഡ്സ്, ഏതൊക്കെ ടൈപ്പ് കപ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ട്യൂൺഡ് ആംപ്ലിഫയർ എന്താണ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്താണ്, സ്ട്രാക്ഡ് ട്യൂണിങ് എന്താണ്, പിന്നെ കാസ്കേഡ് ആൻഡ് കാസ്കോഡ് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. പിന്നെ FET ആംപ്ലിഫയർ എന്താണ്, കോമൺ സോഴ്സ് കോമൺ ഡ്രെയിൻ കോൺഫിഗറേഷൻ ഉള്ള FET ആംപ്ലിഫയർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് FET ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് FETയും BJTയും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഫീഡ്ബാക്ക്, ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓസിലേറ്റേഴ്സ് കയറി വരും. ഡിഫറെന്റ് ഓസിലേറ്റേഴ്സ് എന്താണ്, ബാർക്രോസൺ ക്രൈറ്റീരിയ എന്താണ്, ബാർക്രോസൺ ക്രൈറ്റീരിയ. അതേപോലെ തന്നെ ഓസിലേറ്ററിൽ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ്, ഹാർട്ട്ലി കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്കിൽ പിന്നെ പറയുന്ന ആൾക്കാരാണ് മൾട്ടി വൈബ്രേറ്റേഴ്സ്, അസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, മൾട്ടി വൈബ്രേറ്റേഴ്സ്. പിന്നെ സ്മിത്ത് ട്രിഗറിന്റെ ബേസിക് പാരാമീറ്റേഴ്സ്, LTP, UTP, ഹിസ്റ്ററിസിസ്. ഇത്രയും കാര്യങ്ങൾ അവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പിന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അതായത് ഓപ്പ് ആമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത്. അതാണ് അടുത്ത സെക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്പ് ആമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പ് ആമ്പിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിക് പാരാമീറ്റർ CMRR, പിന്നെ ഓപ്പ് ആമ്പിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, സ്ലൂ റേറ്റ്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ്, വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്, പിന്നെ 7/4 ഓപ്പ് ആമ്പിന്റെ എന്തൊക്കെയാണ് കൺസെപ്റ്റ് വരുന്നത്, ഓപ്പ് ആമ്പിന് തന്നെ ഓപ്പൺ ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ എന്താണ്, ലീനിയർ ഓപ്പ് ആമ്പ് സർക്യൂട്ട്, നോൺ ലീനിയർ ഓപ്പ് ആമ്പ് സർക്യൂട്ട്,
ലീനിയർ ഓപ്പ് ആംപ് സർക്യൂട്ടിൽ പിന്നെ നോൺ ഇൻവെർട്ടർ ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, സബ്ട്രാക്ടർ, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രിസിഷൻ റെക്ടിഫയർ ഉണ്ട്. കൂടാതെ പിന്നെ വരുന്ന നോൺ ലീനിയർ ഓപ്പ് ആംപ് സർക്യൂട്ട്സ്, ലോഗ് ആന്റി ലോഗ് ആംപ്ലിഫയേഴ്സ്, ഷ്മിറ്റ് ട്രിഗർ, കമ്പറേറ്റർ, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെ. കൂടാതെ ഫിൽറ്റേഴ്സ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബട്ടർ വർത്ത് ചെബിഷേവ് കോൺഫിഗറേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഉണ്ട്. പിന്നെ വേവ് ജനറേറ്റേഴ്സ്, ട്രയാങ്കുലർ വേവ് ജനറേറ്റർ, സോ ടൂത്ത് ജനറേറ്റർ, പിന്നെ ഓപ്പ് ആംപ് വെച്ചിട്ടുള്ള ഓസിലേറ്റേഴ്സ്, ഫേസ് ഷിഫ്റ്റ്, RC ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ്. കൂടാതെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓപ്പ് ആംപിനെ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് 555 സെക്ഷൻ. ഇത് LICയിൽ നമ്മൾ പഠിക്കുന്നതാണ് 555 സെക്ഷൻ. സോ 555 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 555 ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം, 555 വെച്ചിട്ട് അസ്റ്റേബിൾ മോണോസ്റ്റേബിൾ കോൺഫിഗറേഷൻ, പിന്നെ VCO വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, ഫേസ്ഡ് ലോക്ക്ഡ് ലൂപ്പ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ. ഫേസ് ലോക്ക്ഡ് ലൂപ്പിന്റെ ക്യാപ്ചർ റേഞ്ച്, ലോക്ക് റേഞ്ച്, അതിന്റെ അപ്ലിക്കേഷൻ, അതൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇന്റഗ്രേറ്റർ സർക്യൂട്ട്, ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്സ്, പാസീവ് ഡിവൈസ് വെച്ചിട്ടും ഓപ്പ് ആംപ് വെച്ചിട്ടും, RC ഇന്റഗ്രേറ്റർ, RC ഡിഫറൻഷിയേറ്റർ, കൂടാതെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ഇന്റഗ്രേറ്റർ ഡിഫറൻഷിയേറ്റർ, പിന്നെ മില്ലർ ആൻഡ് ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് ജനറേറ്റർ, പിന്നെ വോൾട്ടേജ് ടു കറണ്ട് ആൻഡ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. ഇത്രയും കാര്യങ്ങൾ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക് സെക്ഷനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ടൈറ്റിൽസ് ആക്കി വെച്ചിരിക്കുന്ന ഓരോ സെക്ഷൻസിൻ്റെ അകത്തും നമ്മളൊരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അത്രയും കണ്ടന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. സോ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ചിലപ്പോൾ ഒരു 10 മാർക്സ് ഉണ്ടാവും. ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഒരു 5 മാർക്സ് 6 മാർക്സ് ചോദിക്കാം. കൂടാതെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ വാസ്റ്റ് ആണ്. മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ അടക്കം ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മോർ ദാൻ 10 മാർക്സ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് കിട്ടും. അതിൽ നമ്പർ സിസ്റ്റം തൊട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കിന്റെ പേര് തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസേഴ്സും മൈക്രോ കൺട്രോളേഴ്സും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാ ഡിഫറെന്റ് നമ്പർ സിസ്റ്റം, പിന്നെ എറർ ഡിറ്റക്ഷൻ കോഡ്, സെൽഫ് കോംപ്ലിമെന്റിംഗ് കോഡ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബുളിയൻ ആൾജിബ്ര തുടങ്ങുന്നു. ബുളിയൻ ആൾജിബ്രയിൽ വരുന്ന ഡി മോർഗൻസ് തിയറം, ആ കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ലോജിക് ഗേറ്റ്സിൽ, ബേസിക് ലോജിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സ്, അത് കഴിഞ്ഞിട്ട് സോപ്പും പോസും ഫോം എന്താണ്, പിന്നെ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടുള്ള കോമ്പിനേഷണൽ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്, ഈ കാര്യങ്ങളൊക്കെ. ക്യാമാപ്പ് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. പിന്നെ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ ഹാഫ് ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് സബ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, ഡി മൾട്ടിപ്ലക്സർ, എൻ കോഡർ, ഡി കോഡർ തുടങ്ങിയ സകല ഗുലാബി സാധനങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷണൽ സർക്യൂട്ടിലുള്ള എല്ലാ സർക്യൂട്ടുകളും ഉണ്ട്. കൂടാതെ റിപ്പിൾ ലുക്ക്, ക്യാരി ലുക്ക് അഹെഡ് ആഡർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, RS, JK, TD, എഡ്ജ് ട്രിഗേർഡ്, ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾസ്, കൂടാതെ കൗണ്ടേഴ്സ്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്, അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, അതിന്റെ ഡിസൈൻ, അനാലിസിസ് ഓഫ് സീക്വൻഷ്യൽ നെറ്റ്വർക്ക്, ഇത്രയും സംഭവങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ഡിജിറ്റലിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് തുടക്കം നമ്പർ സിസ്റ്റം മുതൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കൗണ്ടേഴ്സ്, അതും കഴിഞ്ഞിട്ട് വരുന്നതാ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, അങ്ങനെ 4 ടൈപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോൺസൺ ആൻഡ് റിംഗ് കൗണ്ടർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൗണ്ടേഴ്സിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ സെമി കണ്ടക്ടർ മെമ്മറീസ് ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. റാം, റോം, ഫ്ലാഷ് മെമ്മറി, അങ്ങനെ ഈ പ്രോമ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറി. പിന്നെ മെമ്മറി ഓർഗനൈസേഷൻ ഉണ്ട്. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ലോജിക് ഫാമിലീസ് ആണ്. ഡിഫറെന്റ് ലോജിക് ഫാമിലീസും അത് തമ്മിലുള്ള കമ്പാരിസണും. ഏതൊക്കെയാണ് ഡിഫറെന്റ് ലോജിക് ഫാമിലീസ്? RTL, ECL, DTL, IAL, TTL, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ക്യാരക്ടേഴ്സും അതിന്റെ കമ്പാരിസൺസുമാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഫാൻ ഔട്ട്, പ്രൊപ്പഗേഷൻ ഡിലേ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കമ്പാരിസൺ പഠിക്കേണ്ടതായിട്ട് വരും. CMOSന്റെ ലോജിക്, CMOS ഇൻവേർട്ടർ, ഈ കാര്യങ്ങളൊക്കെ അവർ ലോജിക് ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ADC, DAC, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സും. ഡിഫറെന്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്, ഡിഫറെന്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്, ആ കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. R to R, ബൈനറി വെയ്റ്റഡ്. പിന്നെ അതേപോലെ ADCയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാഷ്, സക്സസീവ് അപ്രോക്സിമേഷൻ, ഡുവൽ സ്ലോപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ADC, DAC ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന സെക്ഷൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. മൈക്രോ പ്രോസസറിൽ മെയിൻ ആയിട്ട് 8086 ആർക്കിടെക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂസ് മാക്സിമം മോഡ്, മിനിമം മോഡ്, പിന്നെ ഇന്റർഫേസിംഗ് ചിപ്സ് ആയിട്ട് 8255, 8359 എന്ന് പറഞ്ഞിട്ട് 8251 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇന്റർഫേസിംഗ് ചിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ 80286ഉം 80386ഉം കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ബേസിക് ഫീച്ചേഴ്സ് 8086 ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 8051 മൈക്രോ കൺട്രോളറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു 10 to 15 മാർക്സിനുള്ള റേഞ്ച്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മാർക്സ് കംപ്ലീറ്റ് കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ 100 എബവ് വരാം. പക്ഷേ ഒരു സെക്ഷനിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റേ സെക്ഷൻസ് അതിനനുസരിച്ച് ലിമിറ്റ് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ കണ്ടൻസുകൾ ഉള്ളതിൻ്റെ അകത്ത് എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. യൂഷ്വലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് വരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒരു പേജില്ല, 2 പേജിലുണ്ട്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ബേസിക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LTI സിസ്റ്റം, നോയ്സ്, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോയ്സ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, പിന്നെ നമ്മുടെ കോഡിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഷാനോൺ തിയറം, എൻട്രോപ്പി, ബോർഡ് റേറ്റ്, മാക്സിമം ചാനൽ കപ്പാസിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ സെക്ഷനിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ, അത് കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ DSB, SSB, VSB. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്മിറ്റേഴ്സ്, ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ, സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, അതിൻ്റെ നോയ്സ് അനാലിസിസ്, അതായത് AM റിസീവറിൻ്റെ നോയ്സ് അനാലിസിസ്. പിന്നെ ഫ്രീക്വൻസി മോഡുലേഷനിലേക്ക് പോകുന്നു. ഫ്രീക്വൻസി മോഡുലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ, നാരോ ബാൻഡ്, വൈഡ് ബാൻഡ്, പിന്നെ ജനറേഷൻ ടെക്നിക്സ്, പിന്നെ FM-ന്റെ ഡീമോഡുലേഷൻ ടെക്നിക്സ്, FM-ന്റെ നോയ്സ് അനാലിസിസ്, നോയ്സ് ഇൻ FM റിസീവേഴ്സ്, പ്രീ എംഫസിസ്, ഡി എംഫസിസ്, ഇത്രയും കാര്യങ്ങൾ FM-ൽ വന്നിട്ടുണ്ട്. കൂടാതെ ഫേസ് മോഡുലേഷൻ ടെക്നിക്സ്, ബേസിക്സ് ഓഫ് ഫേസ് മോഡുലേഷൻ ടെക്നിക്സും കൂടെ തുടക്കത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെക്ഷനിലുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, DFS-ന്റെ പ്രോപ്പർട്ടി, പിന്നെ FFT അൽഗോരിതം, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക്സിലുള്ള ആന്റിന സെക്ഷൻസ് വരുന്നു. ആന്റിനയിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിന, മൈക്രോവേവ് ആന്റിന, റോംബിക് പരാബോളിക് ആന്റിന, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, പിന്നെ ബേസിക് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ആന്റിന പാരാമീറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സിലബസ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ റിഫൈൻഡ് ആയിട്ടായിരിക്കും സിലബസ് ഇടുക എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ തൊടാതെ പോവില്ല. എന്തായാലും ക്വസ്റ്റ്യൻസ് എല്ലാ സെക്ഷൻസിൻ്റെ അകത്തും ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? BTech-ന് പഠിക്കുന്നതാണ്. അപ്പോൾ BTech ഇലക്ട്രോണിക്സ് ആണ് ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ BTech ഇലക്ട്രോണിക്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്കാനിങ് മെത്തേഡ്സ്, പിന്നെ മോഡുലേഷൻ ടെക്നിക്സ്, ഈ കാര്യങ്ങൾ, പിന്നെ പിക്ചർ ട്യൂബിൻ്റെ വർക്കിംഗ്. അത് കഴിഞ്ഞിട്ട് ടെലിവിഷൻ ക്യാമറ, ഡിഫറെൻറ്റ് ടെലിവിഷൻ ക്യാമറാസ്, CCD ക്യാമറ, പിന്നെ NTSC PAL കളർ സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ TV ട്രാൻസ്മിഷൻ്റെ TVൻ്റെ അകത്ത് അധികം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ എക്സാംസിന് കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും സിലബസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളുടെ ഒക്കെ ഒരു ഏകദേശ രൂപം നമ്മൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്തിട്ടുണ്ട് ടെലിവിഷൻ ക്യാമറ സെക്ഷൻ്റെ അകത്തുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെയും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെയും ബേസിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷനിൽ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് സാമ്പിളിംഗ് തിയറം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ PCM, PM, PPM തുടങ്ങിയ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്, ASK, PSK, FSK, MSK, QPSK, BPSK, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കൂടാതെ മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ്, ഡിഫറെൻറ്റ് മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ്, അതേപോലെ CDMA, TDMA, FDMA, സ്പ്രെഡ് സ്പെക്ട്രം, ഫ്രീക്വൻസി ഹോപ്പിംഗ്, ഫെയ്ഡിങ്, പിന്നെ GSM, GPRS, ബ്ലൂടൂത്ത് ബേസിക്സ്, ഇത്രയും കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് സെക്ഷനായിട്ട് മൈക്രോവേവ് ഡിവൈസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈസ്ട്രോൺ എന്താണ്, മാഗ്നട്രോൺ, ട്രാവലിംഗ് വേവ് ട്യൂബ് തുടങ്ങിയ കാര്യങ്ങൾ, ഇമ്പാക്റ്റ് ട്രപ്പാറ്റ് ഡയോഡ്, കൂടാതെ റഡാർ, GPS വരെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ഷുവർ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഈ സെക്ഷൻ്റെ അകത്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം അത്രയും വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് ആ സെക്ഷനിൽ വരുന്നതാണ് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സ്.
അതിൽ പവർ ഇലക്ട്രോണിക്സിൽ തൈറിസ്റ്റേഴ്സ് വെച്ച് തുടങ്ങുന്നു. തൈറിസ്റ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്, SCR, UJT, ട്രയാക്ക്, ഡയാക്ക്, SCS, IGBT, അതിന്റെ വർക്കിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ്, ട്രിഗറിംഗ് മെത്തേഡ്, കമ്മ്യൂട്ടേഷൻ സ്കീംസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇൻവേർട്ടേഴ്സ് വരുന്നുണ്ട്, സിംഗിൾ ഫേസ്, 3 ഫേസ് ഇൻവേർട്ടേഴ്സ്, ചോപ്പേഴ്സ്, സൈക്ലോ കൺവേർട്ടേഴ്സ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്, പിന്നെ ഇലക്ട്രോണിക് വെൽഡിംഗ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക്, SMPS, സെർവോ കൺട്രോൾഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, 3-pin IC റെഗുലേറ്റർ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് PLCയുടെ കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDR, ഫോട്ടോ ഡയോഡ്, പിന്നെ കുറച്ച് ഒപ്റ്റിക്കൽ കാര്യങ്ങളാണ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഫോട്ടോ വോൾട്ടായിക് സെല്ല്, ഫോട്ടോ ഡിറ്റക്ടർ, LED, ഒപ്റ്റോ കപ്ലർ തുടങ്ങിയ കാര്യങ്ങൾ, ലേസർ ഡയോഡ്, ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ, അതൊക്കെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബേസിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള മൾട്ടിമീറ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ, കൂടാതെ CRO, CRT തുടങ്ങിയ, CRO ഇല്ല, CROയ്ക്ക് പകരം DSO, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DSO ഉണ്ട്, സ്പെക്ട്രം അനലൈസർ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് CRTs ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് LED, LCD, പ്ലാസ്മ ഡിസ്പ്ലേസ്. ഇതൊക്കെ ജസ്റ്റ് കമ്പാരിറ്റീവ് ഒരു സ്റ്റഡി മാത്രമാണ്. ഭയങ്കര ഇൻ ഡെപ്ത് കാര്യങ്ങൾ ഇതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ എക്സാംസിന് PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. എക്സാം നടക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു, ഒക്ടോബർ ആ സമയത്താണ്, ഓഗസ്റ്റ് ഒക്ടോബർ സമയത്താണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 6 to 8 months നമ്മുടെ കയ്യിൽ ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് ഈ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വൺസ് ഇതിൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കോഴ്സ് വൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വൺസ് ആപ്പ് വഴിയാണ്. വൺസ് ആപ്പിൽ സ്മാർട്ട് വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും, റെക്കോർഡഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്, ഇൻഫിനിറ്റ് ടൈം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ക്ലാസിന്റെ നോട്ട്സ്, ഈ മെറ്റീരിയൽ PDF ആയിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. കൂടാതെ എക്സാമിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതത് സബ്ജക്റ്റ് എടുക്കുന്ന മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഓൾറെഡി വൺസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം ഒരു ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ഓഫർ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് 50% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇത് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ സിലബസ് ഡിസ്കഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് എക്സാം. ഓക്കെ, താങ്ക് യു.